ഒരിക്കൽ പർവ്വതങ്ങളും നദികളും പൂന്തോട്ടങ്ങളും നിറഞ്ഞ ചന്ദ്രവനം എന്ന മനോഹരമായ ഒരു രാജ്യമുണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചിരുന്നു. ആ രാജ്യത്തിൻ്റെ രാജകുമാരിയായിരുന്നു അനയ. ദയയും ധൈര്യവും നിറഞ്ഞ ഒരു പെൺകുട്ടി. അവൾ ചിരിക്കുന്നിടത്ത് പൂക്കൾ വിരിയുമെന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ഒരു ദിവസം രാജ്യം മുഴുവൻ വിചിത്രമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ആകാശം കറുത്ത മേഘങ്ങളാൽ നിറഞ്ഞു. പൂക്കൾ വാടിത്തുടങ്ങി. നദികളുടെ തിളക്കം നഷ്ടപ്പെട്ടു. ജനങ്ങൾ ഭയന്നു. രാജ്യം മുഴുവൻ ഒരു ദുഷ്ടശാപത്തിൻ്റെ നിഴലിലായി. കൊട്ടാരത്തിലെ ബാൽക്കണിയിൽ നിന്ന് രാജ്യം നോക്കി നിന്ന അനയയുടെ ഹൃദയം വേദനിച്ചു. ജനങ്ങളുടെ ദുഃഖം കണ്ടപ്പോൾ അവൾക്കൊന്നും ചെയ്യാതെ നിൽക്കാൻ കഴിഞ്ഞില്ല. രാജാവ് ഒരു രാജസഭ വിളിച്ചു. മന്ത്രിമാരും ജ്ഞാനികളും കൂടി ആലോചിച്ചു. അപ്പോഴാണ് ഒരു വൃദ്ധനായ മാന്ത്രികൻ ഒരു രഹസ്യം പറഞ്ഞത്. ഈ ശാപം മാറ്റാൻ ഒരേ ഒരു മാർഗമുണ്ട്. ദൂരെയുള്ള മൂൺഫ്ലവർ മൗണ്ടൻ എന്ന മലമുകളിൽ വിരിയുന്ന അപൂർവമായ മൂൺഫ്ലവർ കൊണ്ടുവരണം. അത് കേട്ടപ്പോൾ സഭ മുഴുവൻ നിശബ്ദമായി. അപ്പോൾ അനയ എഴുന്നേറ്റു. ഞാൻ പോകാം, എൻ്റെ ജനങ്ങളെ രക്ഷിക്കണം. രാജാവും രാജ്ഞിയും ആദ്യം സമ്മതിച്ചില്ല. പക്ഷേ അനയയുടെ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ അവർ വഴങ്ങി. അടുത്ത ദിവസം പുലർച്ചെ രാജ്ഞി കണ്ണീരോടെ അനയയെ ചേർത്ത് പിടിച്ചു. രാജാവ് അവൾക്ക് ധൈര്യം നൽകി. യാത്രാ ബാഗും മാന്ത്രിക വാളുമായി അനയ കൊട്ടാരം വിട്ടിറങ്ങി. ദിവസങ്ങൾ കടന്നു. അവൾ മലകളും താഴ്വരകളും കടന്ന് ഒടുവിൽ ഒരു മാന്ത്രിക കാടിൻ്റെ മുന്നിലെത്തി. കാട് സാധാരണ കാടല്ലായിരുന്നു. മരങ്ങളിൽ നീല നിറമുള്ള മാന്ത്രിക ചിഹ്നങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. മഞ്ഞും പ്രകാശവും നിറഞ്ഞ അത്ഭുത ലോകം. അവിടെ വെച്ചാണ് അനയ ഒരു ചെറിയ ഫൈരി സ്പിരിറ്റിനെ കാണുന്നത്. നീല വെളിച്ചം പരത്തിക്കൊണ്ട് പറന്ന ആ ഫൈരിയെ അനയയെ കാട്ടിൻ്റെ ആഴങ്ങളിലേക്ക് വഴികാട്ടി. വഴിമധ്യേ അവൾ ഒരു തകർന്ന പഴയ പാലത്തിലെത്തി. ഭയം തോന്നിയെങ്കിലും അവൾ ധൈര്യത്തോടെ അത് കടന്നു. തുടർന്ന് അവൾ ഒരു മനോഹരമായ വെള്ള യൂണിക്കോണിനെ കണ്ടുമുട്ടി. ആദ്യം ജാഗ്രതയോടെ ഇരുന്ന യൂണിക്കോൺ അനയയുടെ നല്ല മനസ്സ് മനസ്സിലാക്കി അവളുടെ സുഹൃത്തായി. ഇരുവരും ചേർന്ന് ഒരു മാന്ത്രിക നദി കടന്നു. അങ്ങനെ അവർ ദൂരെയായി മൂൺഫ്ലവർ മൗണ്ടൻ കണ്ടു. മല കയറുക എളുപ്പമായിരുന്നില്ല. ശക്തമായ കാറ്റും മഞ്ഞും അനയയെ തടഞ്ഞു. പലവട്ടം അവൾ വീഴാൻ പോയി. എന്നാൽ ഫൈരിയും യൂണിക്കോണും അവൾക്ക് ധൈര്യം നൽകി. അവസാനം അനയ മലയുടെ കൊടുമുടിയിലെത്തി. അവിടെ ഒരു അത്ഭുത ലോകം പോലെ ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. അതിൻ്റെ മധ്യത്തിൽ ചന്ദ്രപ്രകാശം പോലെ തിളങ്ങുന്ന മൂൺഫ്ലവർ വിരിഞ്ഞു നിന്നു. അനയ പൂവിനരികിലേക്ക് നടന്നപ്പോൾ പെട്ടെന്ന് ഒരു ഭീമൻ ഷാഡോ ബീസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. അത് മൂൺഫ്ലവറിനെ കാത്തു സൂക്ഷിക്കുന്ന ശാപത്തിൻ്റെ കാവൽക്കാരനായിരുന്നു. ഭയങ്കരമായ പോരാട്ടം തുടങ്ങി. അനയ തൻ്റെ മാന്ത്രിക വാളുമായി പോരാടി. ഫൈരിയും യൂണിക്കോണും അവളെ സഹായിച്ചു. അവസാനം അനയ ധൈര്യത്താലും സ്നേഹത്താലും ഷാഡോ ബീസ്റ്റിനെ പരാജയപ്പെടുത്തി. അവൾ മൂൺഫ്ലവർ കൈകളിലെടുത്തു. അപ്പോൾ പൂവിൽ നിന്ന് ഒരു വെള്ളി വെളിച്ചം ആകാശത്തേക്ക് ഉയർന്നു. അനയ വേഗത്തിൽ ചന്ദ്രവനത്തിലേക്ക് മടങ്ങി. മൂൺഫ്ലവർ രാജ്യമധ്യത്തിൽ സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ പ്രകാശം രാജ്യം മുഴുവൻ പരന്നു. കറുത്ത മേഘങ്ങൾ അപ്രത്യക്ഷമായി. വാടിയ പൂക്കൾ വീണ്ടും വിരിഞ്ഞു. നദികൾ വീണ്ടും തിളങ്ങി. ജനങ്ങളുടെ മുഖത്ത് സന്തോഷം തിരികെയെത്തി. രാജാവും രാജ്ഞിയും അഭിമാനത്തോടെ അനയയെ ചേർത്തു പിടിച്ചു. ആ ദിവസത്തിനു ശേഷം അനയയെ എല്ലാവരും ചന്ദ്രവനത്തിൻ്റെ രക്ഷകി എന്ന് വിളിക്കാൻ തുടങ്ങി.